ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കിസ്മിസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്ലൂബെറി മഫിൻസ് ആണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായും സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ വളരെ നല്ല വിഭവമാണ്. തയ്യാറാക്കാനാണെങ്കിലും വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് എഗ്ഗും ബീറ്ററും ഒന്നും ഇല്ലാതെ തന്നെ എങ്ങനെ ഈ ബ്ലൂബെറി മഫിൻസ് തയ്യാറാക്കാമെന്ന് നോക്കാം. മഫിൻസ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒട്ടും പുളിയില്ലാത്ത കുറച്ച് മോര് വേണം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പും 3 ടേബിൾ സ്പൂൺ കൂടി പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് സമയത്തേക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പുളിയില്ലാത്ത മോര് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ ചേർക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ജാതിക്ക പൊടിച്ചത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് ഈ വലിപ്പത്തിലുള്ള ഒരു നാരങ്ങയുടെ മഞ്ഞ കളറിലുള്ള പുറംഭാഗം ഇല്ലേ, അത് മാത്രം എടുത്തത് ചേർത്ത് കൊടുക്കാം. ഇത് 1 ടേബിൾ സ്പൂൺ ലെമൺ സെസ്റ്റ് ഉണ്ട്. ഞാൻ ഈ മഞ്ഞ പുറന്തോട് ഒരു പൊട്ടറ്റോ പില്ലർ വെച്ച് എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നാരങ്ങയുടെ ആ വൈറ്റ് പാർട്ട് ഇതിൻ്റെ കൂടെ ചേരാതെ നോക്കണം. അതുകൂടി ചേർന്നാൽ ചെറിയൊരു കയ്പ്പ് രസം ഉണ്ടാവും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ബ്ലൂബെറി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ പൊടിയൊക്കെ ബ്ലൂബെറിയിൽ നല്ല പോലെ ആയി കിട്ടണം. അല്ലെങ്കിൽ നമ്മൾ മഫിൻസ് തയ്യാറാക്കുമ്പോൾ ബ്ലൂബെറി എല്ലാം കൂടി അടിയിലായി പോകും. അപ്പം മഫിൻസിൻ്റെ അടിയിൽ ഇങ്ങനെ വെള്ളം പോലെ ആയി കിടക്കും. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മോരിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. 1/3 കപ്പ് ബട്ടർ ചേർക്കാം. ബട്ടറിന് പകരം ഓയിൽ ചേർത്താലും മതി, എന്നാലും ബട്ടർ ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓവർ മിക്സ് ചെയ്യരുത്. അതായത് ഈ പൊടിയൊക്കെ ഒന്ന് നനഞ്ഞു കിട്ടിയാൽ മാത്രം മതി. കൂടുതൽ സമയം മിക്സ് ചെയ്താൽ മഫിൻസ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല. ഒരുപാട് പൊന്തി വരാതെ കട്ടിയായിട്ടിരിക്കും. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് സമയത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതുപോലെ കുറച്ച് സമയം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചെങ്കിലേ നമുക്ക് നല്ല പോലെ നടുവിലായിട്ടൊക്കെ ഇങ്ങനെ പൊന്തിയിരിക്കുന്ന മഫിൻസ് കിട്ടുള്ളൂ. ഇനി മഫിൻ ട്രേയുടെ ഈ അരികിലൊക്കെ അല്പം ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ തൂത്ത് കൊടുക്കാം. അല്ലെങ്കിൽ മഫിൻസ് പൊന്തി വരുമ്പോൾ അവിടെ ഇങ്ങനെ സ്റ്റിക്കായിട്ടിരിക്കും. ഇങ്ങനെ തൂക്കുകയാണെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് പേപ്പർ മോൾഡ് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം വരെ നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും ഈ ബാറ്റർ മിക്സ് ചെയ്യരുത്. കാരണം ആ സമയത്തിനുള്ളിൽ തന്നെ മാവ് പൊന്തി വരാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ വീണ്ടും മിക്സ് ചെയ്താൽ എയർ ബബിൾസ് ഒക്കെ പോയിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് പൊന്തി വരുന്ന മഫിൻസ് കിട്ടില്ല. ഇനി നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 400 ഫാരൻഹീറ്റിൽ 25 മിനിറ്റ് സമയം ഒന്ന് ബേക്ക് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. ഇതുപോലെ ഒരു യെല്ലോ കളർ വരുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് ബേക്ക് ആവുന്നത്. ഇനി നമുക്ക് മഫിൻസ് ഈ ട്രേയിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ ചൂട് മാറുന്നവരെ ഇതുപോലെ ഒരു ക്ലോത്ത് വെച്ചൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഡ്രൈ ആവാതെ നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള മഫിൻസ് കിട്ടും. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ബ്ലൂബെറി മഫിൻസ് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്, കഴിക്കാനും നല്ല രുചിയാണ്. നമുക്ക് വൈകിട്ടത്തെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല വിഭവമാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി മറ്റൊരു റെസിപ്പിയുമായി കാണുന്നവരേക്കും നന്ദി.